രജിസ്റ്റർ ചെയ്തു. തെരച്ചിൽ ആരംഭിച്ച് ഏകദേശം 2-3 മണിക്കൂറിനിടയിൽ തന്നെ സൗജന്യയെ കണ്ടെത്തി. പക്ഷേ അത് സൗജന്യയുടെ മൃതദേഹമായിരുന്നു. സൗജന്യയുടെ വീട്ടിൽ നിന്ന് വെറും 300 മീറ്റർ അകലെ നേത്രാവതി നദിക്ക് സമീപമായിരുന്നു സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിനകം തന്നെ ആ സ്ഥലത്ത് കുടുംബവും നാട്ടുകാരും തിരച്ചിൽ നടത്തിയതായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും സൗജന്യയെ കണ്ടെത്താനായിരുന്നില്ല. കൂടാതെ അവളെ കണ്ടെത്തിയപ്പോൾ അവളുടെ ആ ഒരു അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. അർദ്ധനഗ്നയായി, ശരിയായി വസ്ത്രമൊന്നുമില്ലാതെ, അവളുടെ ID കാർഡ് കൊണ്ട് തന്നെ 2 കൈകളും ഒരു മരത്തിൽ കെട്ടിവച്ചിട്ടുണ്ടായിരുന്നു. ദേഹമാസകലം ചതവുകളുണ്ട്. നെഞ്ചിനടുത്തുള്ള എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടവർ തന്നെ തകർന്നു പോയിരുന്നു. ഏത് അച്ഛനും അമ്മക്കുമാണ് ഇത് സഹിക്കാൻ പറ്റുക? അതിനപ്പുറം അവളെ ശ്വാസം മുട്ടിച്ച് കൊന്നിരുന്നു. സ്വകാര്യ ഭാഗത്ത് 6 ഇഞ്ച് ആഴത്തിൽ മണ്ണ് നിറച്ചിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അവളോടാരോ